ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനയുടെ ഡെലിവറി കഴിഞ്ഞെന്ന് കരുതി ഇനി ശ്രദ്ധയൊന്നും കുറയ്ക്കരുതെന്നും 6 മാസമെങ്കിലും അർച്ചനയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് വേണമെന്നും ഇഷാനി അച്ഛയോട് പറയുകയാണ്. കൂടാതെ കുഞ്ഞിനെ അങ്ങനെ ആരെയും കൊണ്ട് അധികം എടുപ്പിക്കേണ്ടെന്നും അത് ഇൻഫെക്ഷൻ കാരണമാകുമെന്നും കുഞ്ഞിനെയും അർച്ചനയും നന്നായി തന്നെ ശ്രദ്ധിക്കണമെന്നും ഒക്കെ തന്നെ ഇഷാനി സച്ചിയോട് പറയുമ്പോൾ അർച്ചനയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് സച്ചി പറയുന്നു. തുടർന്ന് റൂമിലേക്ക് വരുന്ന സച്ചി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ്. കുഞ്ഞിനെ ആരെക്കൊണ്ടും എടുപ്പിക്കരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ കാണാൻ വരുന്നവരോട് കുഞ്ഞിനെ എടുക്കരുതെന്ന് നമ്മൾ എങ്ങനെ പറയുമെന്ന് അർച്ചന ചോദിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, താനതൊന്നും പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അല്ല, താൻ ഇവിടുന്ന് നേരെ വൃന്ദാവനത്തിലേക്കാണോ അതോ നെല്ലിശ്ശേരിയിലേക്കാണോ? എന്താണെങ്കിലും സച്ചിയേട്ടാ, കുറച്ച് ദിവസം വൃന്ദാവനത്തിൽ പോയിട്ട് നെല്ലിശ്ശേരിയിലേക്ക് വരാം. അതാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂടി സമാധാനവും സന്തോഷവുമാകും. സച്ചിയും അർച്ചന പറഞ്ഞതിനോട് യോജിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. പോറ്റിയെ കാണാൻ പോയിട്ട് കാര്യങ്ങൾ എന്തായെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നും അവന്തികയുടെ അമ്മാവന് കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്നും മൂർത്തി പറയുന്നു. അമ്മാവൻ ഇതൊന്നും അറിയാൻ സമയമായിട്ടില്ല മൂർത്തി, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ്. എനിക്കറിയാം നീ എൻ്റെ അമ്മാവൻ്റെ ആളാണെന്ന്. തുടർന്ന് മൂർത്തി പറയുകയാണ്, നെല്ലിശ്ശേരിയിലുള്ളവരെല്ലാം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അർച്ചനയുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് ഇപ്പോൾ നെല്ലിശ്ശേരിയിലെ പ്രധാന ചർച്ച. സന്തോഷിക്കട്ടെ, അവന്തിക തകർന്നെന്ന് കരുതി അവർ നന്നായി തന്നെ സന്തോഷിക്കട്ടെ. അർച്ചന കുഞ്ഞുമായി നെല്ലിശ്ശേരിയിലേക്കൊന്ന് എത്തട്ടെ, എന്നിട്ടാണ് നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് ആ തന്തയൊന്ന് വിളിക്കണം, നെല്ലിശ്ശേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയച്ഛനെ. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിന് കൊടുക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ് അനഘയും ആതിരയും. ഇതൊക്കെ കൃത്യമായിട്ട് അർച്ചനയിടത്തേക്കായിരുന്നു അറിയാമായിരുന്നത്. നമ്മുടെ ഒന്നും ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അനഘ പറയുന്ന സമയത്താണ് അവന്തിക സേതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവന്തികയാണല്ലോ വിളിക്കുന്നതെന്ന് സേതു പറയുമ്പോൾ ഇനി എന്തിനാ അവര് അങ്കിളിനെ വിളിക്കുന്നത്, ഫോൺ എടുക്കണ്ടെന്ന് അനഘ പറയുന്നു. ചിലപ്പോൾ മാപ്പ് പറയാനായിരിക്കുമെന്ന് ആതിരയും പറയുന്നു. എനിക്കവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉള്ളതെന്ന് അനഘ പറയുകയാണ്. അതേസമയം അവന്തിക വീണ്ടും സേതുവിനെ വിളിക്കുകയാണ്. അച്ഛൻ എന്താണെങ്കിലും എടുത്തു നോക്ക്, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാലോ. അങ്ങനെ സേതു ഫോൺ എടുക്കുകയാണ്. സേതു ഫോൺ എടുത്തയുടൻ അവന്തിക പറയുകയാണ്, അച്ഛൻ കോള് കട്ട് ചെയ്യില്ല, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട, മേലാൽ എന്നെ വിളിച്ചു പോകരുതെന്നും സേതു ദേഷ്യത്തോടെ പറയുന്നു. നിനക്ക് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടതാണ്, നീ ആരാണെന്ന് എനിക്കിപ്പോൾ നന്നായി തന്നെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മേലാൽ എൻ്റെ മുന്നിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സേതു കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കോള് വെച്ചതിന് ശേഷം സേതു പറയുകയാണ്, അവന്തികയെ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്നും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റണം. എത്രയും പെട്ടെന്ന് തന്നെ നന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവരെ പൂർണ്ണമായും അടർത്തി മാറ്റണമെന്ന് ആതിരയും പറയുന്നു. അതെ അങ്കിൾ പറഞ്ഞത് ശരിയാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്തിട്ട് വേണം നന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് സന്ധ്യ ചേച്ചിയെ കൊണ്ടുവരാൻ. അവരെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സന്ദീപിനെയും ആതിരയും അനഘയുമാണ്. സേതു അവന്തികയെ വിളിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എല്ലാവരും. എന്തെങ്കിലും കാര്യമില്ലാതെ അവന്തിക എന്താണെങ്കിലും സേതു അങ്കിളിനെ വിളിക്കില്ലെന്ന് ധനുഷ് പറയുന്നു. സന്ധ്യ ഡോക്ടർ നന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ നന്ദേട്ടൻ്റെ ജീവിതം ആകെ മാറുമെന്നും സന്തോഷമായിരിക്കുമെന്നും ധനുഷ് പറയുന്നു. എത്രയും പെട്ടെന്ന് സന്ധ്യ ചേച്ചിയുടെയും നന്ദേട്ടനെ വിവാഹം നടത്തണമെന്നും അതിനുശേഷം വേണം എനിക്ക് എൻ്റെ ചേച്ചിയെ നോക്കി 4 വർത്തമാനം പറയാനെന്നും അനഘ പറയുമ്പോൾ അനഘെ നീ സൂക്ഷിക്കണം, നിന്റെ ചേച്ചി നിന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് ആതിര പറയുന്നു. പക്ഷേ ലീഗലി ഡിവോഴ്സ് ആകാതെ നമ്മളെങ്ങനെ വിവാഹം നടത്തുമെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ലീഗലി നടത്തിയില്ലെങ്കിലും നമ്മൾ കുടുംബക്കാർ മാത്രമായിട്ട് ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തണം. അങ്ങനെ സന്ധ്യ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവന്തിക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെ ആയിക്കോളും. ആദ്യം അർച്ചൻ്റെ അടുത്ത് തിരിച്ചു വരട്ടെ, അപ്പോൾ തന്നെ ഈ വീടിൻ്റെ വിളക്ക് തിരികെ വന്നതുപോലെ ആയിരിക്കും, എന്നിട്ട് നമുക്ക് അവരുടെ വിവാഹം നടത്താമെന്നും സന്ദീപും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനും സന്ധ്യയും കൂടി പുറത്ത് ആഹാരം കഴിക്കാനായി വന്നിരിക്കുന്നതാണ്. തുടർന്ന് നന്ദൻ പറയുകയാണ്, അന്ന് നമ്മൾ വിവാഹം കഴിച്ച് നാട് വിട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ വിവാഹത്തിന് വേണ്ടിയാ നെല്ലിശ്ശേരിയിലുള്ളവർ മുഴുവൻ കാത്തിരിക്കുന്നത്. തന്നെ വിളക്കെടുത്ത് അകത്തേക്ക് സ്വീകരിക്കാനും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സന്ധ്യയ്ക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി പോകുന്ന അവന്തിക അവരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്നും ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ, രണ്ടുപേരുടെയും പ്രേമസലാപം കാണിച്ചു തരുന്നുണ്ട് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം അവന്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ധ്യയും നന്ദനും. ആഹാ, ഇതാരാ, അവന്തിക കൊച്ചമ്മയോ? എന്താ രാത്രിയിൽ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നന്ദൻ ചോദിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നീ കാത്തിരിക്കുകയായിരുന്നോ, എൻ്റെ ഭർത്താവിനെ കൊണ്ട് ചുറ്റിത്തിരിയാണെന്ന് ചോദിച്ചുകൊണ്ട്
സന്ധ്യയെ തല്ലാനായി കൈയോങ്ങുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ കൈ തടഞ്ഞുകൊണ്ട് നന്ദൻ പറയുകയാണ്, അത് വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഇത്രയും പേരുടെ മുന്നിലിട്ട് പരസ്യമായി നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടും. നിനക്കെന്താ കാണണോ? പിന്നെ അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ വിവാഹം ഉണ്ടാകും. ക്ഷണിക്കാം. നീ എന്താണെങ്കിലും നേരത്തെ തന്നെ എത്തണമെന്നും നന്ദൻ പരിഹാസത്തോടെ പറയുമ്പോൾ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.